ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖമാണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ. ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ബസ് ഇല്ലായിരുന്നു, ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ ടിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു, ഒക്കെ ഫുള്ളായതുകൊണ്ട് ഞാൻ ബസ്സിനായിരുന്നു വരുന്നത്. അപ്പോൾ ബസ്സിന് വരുമ്പോഴുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അവിടുന്ന് ഒരു 10:10 നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അങ്ങനെ നല്ല നല്ല വ്യൂ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കുക. ഇതുവരെ ട്രെയിനിലായതിനെ കൊണ്ട് ഈ കാഴ്ചകളൊന്നും ട്രെയിനിൽ നിന്ന് വരുമ്പോൾ കിട്ടൂല. കാരണം ബസ്സിന്റെ കാഴ്ച വേറെ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി ആയിട്ടുണ്ട്. നമ്മൾ മൈസൂർ പാലസിന്റെ അതിൽ കൂടെയാണ് വരുന്നത്. അത് ഞാൻ വിചാരിച്ചു എന്തായാലും നല്ലൊരു വ്യൂ തന്നെ ആയിരിക്കുമല്ലോ. നമുക്ക് കുറേ ഇങ്ങനെ നിന്ന് നമ്മളൊരു കാറിലൊക്കെ പോവുകയാണെങ്കിൽ നിർത്തി വെച്ച് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ബസ്സിലായതുകൊണ്ട് നമ്മളെ സൗകര്യത്തിന് അത് അവർ നിർത്തൂലല്ലോ. അപ്പൊ ബസ്സിന്റെ ജനൽ വഴി ഉള്ള കാഴ്ചകളാണ് കേട്ടോ. നല്ല സ്പീഡായിരുന്നു ബസ്. ഹൈവേ അല്ലേ, പിന്നെ സൂപ്പർ ഫാസ്റ്റ് ആണ്. അപ്പൊ പിന്നെ പെട്ടെന്ന് പിന്നെ വണ്ടി വിടും എന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നല്ല സ്പീഡായിരുന്നു. നിങ്ങൾക്ക് ഈ മലന്റെ മുകളിൽ അങ്ങനെ ആ പാറ കാണുമ്പോൾ എന്താ തോന്നുന്നു? ഒരു സിംഹം ഇങ്ങനെ നിൽക്കുന്ന മാതിരി തോന്നുന്നുണ്ടോ? പെട്ടെന്ന് ഇങ്ങനെ അത് കണ്ടപ്പോ അതാണ് കേട്ടോ. ഓരോരുത്തരുടെ മനസ്സിൽ ഓരോന്നായിരിക്കുമല്ലോ തോന്നല്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്ന് പ്രത്യേകത വെച്ചാൽ കുറേ പാറകളും കുറെ വയലുകളും കുറേ കണ്ടമാന ഏക്കർ കണക്കിന് സ്ഥലങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത്. ഇത്രയും സ്ഥലം കാലിയായിട്ട് കിടക്കുന്നുണ്ടല്ലോ. അത്രയും ബിൽഡിംഗ് ഉള്ള ഓരോ ഭാഗങ്ങളും അതുപോലെ തന്നെ കാലിയായി കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടോ. ഓരോ പാറന്റെ ഓരോ ഷേപ്പുകൾ പല രൂപത്തിലും ഇങ്ങനെ വികാനായിട്ട് നിൽക്കുന്ന ടൈപ്പൊക്കെ ഉണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു കുറെ മഴയും ഇതൊക്കെ കൊള്ളുമ്പോ അതിന്റെ ഒരു ഇതുണ്ടാവുമല്ലോ. പിന്നെ നല്ലത് കമ്പത്തിൻ്റെത്, ഇഞ്ചി കൃഷി, പിന്നെ കുറച്ചങ്ങോട്ട് പോയപ്പോ പിന്നെ പൂക്കളുടെ കുറെ കൃഷികൾ കണ്ടിട്ട്. പക്ഷെ നല്ല കൂടുതൽ സ്പീഡിൽ പോകുന്നതിനെ കൊണ്ട് നമുക്ക് മാക്സിമം എനിക്ക് പറ്റുന്ന രൂപത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആ പൂക്കളൊക്കെ കണ്ടിട്ട് സത്യമല്ല പറയാം, നമ്മൾ വണ്ടിയിലൊക്കെ ആണെങ്കിൽ അവിടെ നിർത്തിയെടുക്കും. എല്ലാവരും ഇപ്പൊ എടുക്കുന്നുണ്ടല്ലോ. സൂര്യകാന്തിന്റെ അവിടെ തോട്ടത്തിൽ പിന്നെ ചെണ്ടുമല്ലി അവിടെയൊക്കെ പോയി എടുക്കുന്നുണ്ടെന്ന് കേട്ടിട്ടില്ല. അതേപോലത്തെ സ്ഥലങ്ങളായിരുന്നു നമ്മൾ ചെല്ലുമ്പോൾ, അല്ലെ നമ്മൾ ഇങ്ങനെ വരുമ്പോ കാണുമ്പോ അവിടെ അങ്ങനെ ഓരോരുത്തർ വന്ന് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോസൊക്കെ കാറിൽ വന്നിട്ടൊക്കെ നിർത്തിയിട്ട് വണ്ടിയിലൊക്കെ വന്നവര് നിർത്തി നിർത്തി എടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, നല്ലൊരു അടിപൊളി പള്ളിയാണ്. പള്ളിന്റെ മേലെ ആ മിനാരത്തിന്റെ അവിടെ അങ്ങനെ അള്ളാന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതൊരു നല്ല ഭംഗിയായിട്ട് തോന്നി. നല്ല രസമുണ്ട് കേട്ടോ. പള്ളി കാണാനും നല്ല ഭംഗിയുണ്ട്. കണ്ടോ, നല്ല രസമായിട്ടില്ലേ? അത് ചെയ്തു വരാൻ കുറച്ചൊരു പണി ഉണ്ടാവും അല്ലേ. നമ്മളങ്ങനെ ഈ റോട്ടിലെ കാഴ്ചകളായിട്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. നമ്മൾ ഏകദേശം മൈസൂർ എത്താനായി. കണ്ടോ, കുതിരവണ്ടി, കുറേ കുതിരവണ്ടി ഉണ്ട് അവിടെ. അവിടെ നല്ല സ്മെല്ലും ഉണ്ട് കുതിരന്റെ. പിന്നെ കണ്ടോ, പിന്നെ ചർച്ച്, പിന്നെ കുറെ ചർച്ചുകളും കണ്ടിരുന്നു കേട്ടോ. കുറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ഞാൻ കുറേശ്ശെ മാത്രം എടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് കാണാൻ ഇങ്ങനെ നല്ല സൂം ചെയ്ത് കാണാനും പറ്റില്ലല്ലോ, ബസ് നല്ല സ്പീഡ് ആയതുകൊണ്ട്. പിന്നെ പോകുന്ന പോക്കിലുള്ള ഓരോ കാഴ്ചകൾ കാണിക്കല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഇത് മൈസൂർ എത്തി. നമ്മളിതിന്റെ മുൻപ് മൈസൂരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ കുറെ കാലത്തിന് ശേഷം ഇങ്ങനെ പകല്, ഞാൻ പിന്നെ ഇതിന്റെ മുന്നേ ഒരു രാത്രിയിൽ ഇതേപോലെ ഒരു ബസ്സിൽ വരുന്ന ടൈമിൽ ഇതേപോലെ പാലസിന്റെ അവിടെ ഒക്കെ നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ രാത്രിയിലൊന്നും വലിയൊരു കാണാനേ പറ്റൂലല്ലോ. ഇതിപ്പോ പകലായതുകൊണ്ടാണ് കുറച്ചെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ആ പാലസിന്റെ കണ്ടോ. അപ്പൊ പിന്നെ അപ്പുറത്ത് കൂടെ ബസ്സൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ പാലസ് കാണുമ്പോ നമുക്ക് ആ പോയ ഒരു മൊമെന്റും ഒക്കെ നല്ല രസമായിട്ട് തോന്നും. കണ്ടോ, പാലസ് നല്ല രസമാണല്ലോ അല്ലെ. അതാണ് ഞാൻ പിന്നെ ഈ വീഡിയോ എടുത്തത്, കുറച്ചെങ്കിലും കാണാൻ പറ്റുമല്ലോ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പുറത്ത് കൂടെ ബസ് പോകുമ്പോ പിന്നെ നമുക്ക് കൂടുതലൊന്നും കഴിയില്ല. അതൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. അത് നല്ല ഭംഗിയായിട്ടുണ്ട് ആ ഹോസ്പിറ്റലൊക്കെ കാണാൻ. അങ്ങനെ നമ്മൾ ഈ യാത്രകളിലുള്ള ഓരോ കാഴ്ചകളും ഓരോ രസങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് ഇങ്ങനെ പോവാം. ആ പോകുന്ന പോക്കില് നിങ്ങളോ പറയാന് എനിക്ക് അതല്ല, ഈ ഭംഗി എടുക്കണ്ടാവും. ആ ചെട്ടിപ്പൂവിന്റെ ഒക്കെ ഒരു ഭംഗി ശരിക്കും നിങ്ങൾക്ക് എത്രത്തോളം ഇത് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. കാരണം ഈ സ്പീഡിൽ പോകുമ്പോ കണ്ട അതൊക്കെ പൂക്കളാ. പക്ഷെ അതൊക്കെ ഇങ്ങനെ ദൂരേന്ന് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഫോൺ താഴേക്ക് വെക്കുമ്പത്തിനേക്ക് ഇത് കാണുമ്പത്തിനേക്ക് ഞാൻ പിന്നെ എടുക്കും. അങ്ങനായിട്ട് എനിക്ക് നല്ല എന്താ പറയാ, എനിക്കിങ്ങനെ ശരിക്കും പറയാണ് ബസ്സായത് കൊണ്ടാ. മറ്റാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളില് ശരിക്കും ഇങ്ങക്ക് ഈ പൂക്കളൊക്കെ നല്ല ശരിക്കും കാണായിരുന്നു. കണ്ട ഓറഞ്ച് മൈതാനം പോലാണ് ഇത് കാണുന്നത്. നമ്മള് പിന്നെ ഒരു ഉച്ചയായപ്പോ അവര് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ടോ. നല്ല തലശ്ശേരി ബിരിയാണി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം
എന്റെ പ്യാപ്പിള പറഞ്ഞു എനിക്ക് സാധാ ചോറ് മതി. പക്ഷെ ഞാൻ പുറത്തിറങ്ങിയ സാധാ ചോറ് എനിക്ക് ചിലപ്പോ കറിയൊന്നും പറ്റിയിട്ടില്ലെങ്കിലോ എന്നുള്ള ലെവലില് എനിക്ക് ബിരിയാണി ഹാഫ് ബിരിയാണി വാങ്ങിയിട്ടുള്ള അത് മതിയല്ലോ കുറച്ച് കഴിക്കാം എന്നുള്ളതാ. ഒരു 10 മണിക്ക് ഇറങ്ങിയതല്ല. പിന്നെ അതിന്റെ മുൻപ് അവര് പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ട് ബാത്റൂമിലൊക്കെ പോണെങ്കിൽ. അപ്പൊ അവിടെ ഉണ്ട് ഇതേപോലെ പൂക്കളൊക്കെ വെക്കുന്നത് കണ്ടോ. ഇതാണ് ഈ ഓറഞ്ച് മൈതാനം പോലെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചെന്നില്ല, അതാണ് അങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സൂര്യകാന്തിന്റെ സൺഫ്ലവർ ഒക്കെ എങ്ങനെയാണ് എനിക്ക് അത് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയല്ലേ കാണാൻ പറ്റുന്നുള്ളൂ. ശരിക്കും എന്റെ കാഴ്ചയിലില്ല, ഞാന് എന്താ പറയാ വണ്ടറടിച്ചിരിക്കാന്നറിയില്ല, അതേപോലെ ആയിപ്പോയിരുന്നു. ഫോണ് വെക്കാൻ തോന്നണില്ല. കാരണം ഒരു കൃഷിസ്ഥലം കാണുമ്പോ മറ്റൊന്ന് അങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ പോകുമ്പോ ഞാൻ അങ്ങനെ വിചാരിക്കാൻ പറ്റുന്ന അവിടെ നിർത്തിയാൽ മതി, ഒരു 2 ഫോട്ടോ എടുക്കായിരുന്നു. അത്രക്കും ഭംഗിയുണ്ട്. എത്ര നിങ്ങളോ പറയാൻ പറ്റൂല കേട്ടോ, സത്യം പറയല്ലേ. അത് കാണുന്ന ആ ഒരു ഇത് വേറെ തന്നെയാണ്. ഞാൻ ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല അടിപൊളി. അതെ കണ്ട, ഇങ്ങനെ കഴിഞ്ഞ് ഒന്ന് ഇത്തിരി വരുമ്പോഴത്തേക്ക് പിന്നെ ഇതന്നെ കാണാം. അങ്ങനെ അവിടെ കൃഷിസ്ഥലം അതിനെ കൊണ്ടാണ് കണ്ടോ. എന്ത് ഭംഗിയാല്ലേ. ഓറഞ്ച് മുറ്റം പോലെ ഉണ്ട്. പിന്നെ യെല്ലോ കളറിലുള്ള, പിന്നെ ആ വയലറ്റ് കാണുന്ന വാടാർമല്ലിയാണ് കേട്ടോ. അങ്ങനെ സൺഫ്ലവർ, മറ്റേ ചെട്ടിപ്പൂവ് എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ അടുത്തുനിന്ന് കുറച്ചൊരു ദൂരം ഒന്നും ആണല്ലോ കാണുന്നത്, അതിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ നല്ല അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. അടിപൊളി കാഴ്ച കണ്ടോ. കാറും വണ്ടിയൊക്കെ നിർത്തി ആൾക്കാര് ഫോട്ടോ എടുക്കണ കണ്ടോ. ദൂരെ നിന്ന് അതിനെ കൊണ്ടാണ് അത്രയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, സ്പീഡ് കൊണ്ടാണ് കേട്ടോ. കണ്ടില്ല, പാഞ്ഞു പോ, നമ്മൾ ബസ്സിലല്ലേ, അപ്പൊ അതിനെ കൊണ്ടാണ് ഇത്. പക്ഷെ എന്നാലും നിങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ആ വീഡിയോ എടുത്തേക്കാണ്. ഇത് നമ്മളങ്ങനെ ബന്ദിപ്പൂര് ആ കാടിലെത്തിട്ടോ. നമ്മൾ കുറച്ച് കാടിന് നല്ല രസമായിട്ട് എന്താ പറയാ, ആ പൂക്കളൊക്കെ കണ്ട് ആ മനസ്സങ്ങനെ ആസ്വദിച്ച് കഴിഞ്ഞ് ഈ കാടിന്റെ ആ കാറ്റ് നല്ല തഴുകി വരുന്ന കാറ്റും ഒക്കെ ആസ്വദിച്ച് അങ്ങനെ നമ്മള് വയനാട് എത്തി. ഇത്രയും സ്പീഡിൽ വന്നിട്ട് വയനാട്ടിലെത്തി. നമ്മള് ആ 9ാം വളവെത്തി. ഈ കാഴ്ചയൊക്കെ അവിടെ നിന്നാട്ടോ, നോളജ് സിറ്റിയും ഒക്കെ അവിടെ നിന്നുള്ള കാഴ്ചകൾ. അത് കഴിഞ്ഞ് ഇത്തിരി അങ്ങോട്ട് പോയപ്പത്തേക്ക് നമുക്ക് പണി കിട്ടി. അവിടെ ടിപ്പർ മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അപകടം ഉണ്ടോന്നുള്ളത് അറിയില്ല. 3-4 കാറിനൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മള് പിന്നെ അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, അവ മറിഞ്ഞ് കിടക്കുന്ന കണ്ടതിന്റെ ശേഷമാണ് മനസ്സിലായത് കേട്ടോ. ഭയങ്കരമായിരുന്നു. കാണുമ്പോ ഒരു സങ്കടമാണല്ലോ. അപ്പൊ 1.5 മണിക്കൂർ നമ്മള് പിന്നെ ആ ചുരത്തിന്റെ മേലെ നിന്ന്. അപ്പൊ അതാ ഈ കുറച്ച് കുരങ്ങന്മാരുടെ കളിയൊക്കെ കണ്ട് ആസ്വദിച്ചു. കണ്ട, അവര് കേറി മറിയുന്നുണ്ട്. അപ്പൊ ബസ്സൊക്കെ നിർത്തിയതിനെ കൊണ്ട് അവര് ചാടി നമ്മളെ അടുത്തേക്ക് വരുന്നത് ഭക്ഷണം കൊടുക്കുന്നതിനെ കൊണ്ടായിരിക്കും. അപ്പൊ നമ്മള് ജനവാതിലൊക്കെ വേഗം അടിച്ച് കണ്ടോ. എല്ലാരും ആ വണ്ടിന്റെ ഇത് കണ്ടോ, ബ്ലോക്ക് കാണുന്നുണ്ടോ നിങ്ങൾക്ക്. അവിടെ ആ ഭാഗത്തേക്കും ബാക്കോട്ടും മുന്നിലും അത്ര തന്നെ വണ്ടികളുണ്ട്. അപ്പൊ അവിടുന്ന് ആ കാഴ്ചകളൊക്കെ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ എല്ലാരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി. കാരണം കുറെ നേരം ഇരിക്കുമ്പോ എല്ലാവർക്കും ഒരു ചടുപ്പുണ്ടാവുമല്ലോ. ചെറിയ കുട്ടികളായിട്ട് വന്നവരെ കാറൊക്കെ ഒരിക്കൊക്കെ ബുദ്ധിമുട്ടാവും. എന്റെ കുട്ടിയൊക്കെ അറിയില്ലല്ലോ ഇത് ബ്ലോക്ക് ആണെന്ന്. എല്ലാരും ബാക്കിലുള്ളവരൊക്കെ നടന്ന് താഴേക്ക് പോയി നോക്കണം എന്താ അത് സംഭവം എന്ന് പറയാം. പിന്നെ കുറച്ച് 1.5 മണിക്കൂറൊക്കെ ആയപ്പോ പിന്നെ ഓരോ ലെവലില് വിട്ടവര് കുറേശ്ശെ ആയിട്ട് അത്രയല്ല പറ്റും. എത്ര ആൾക്കാർ സഹകരിച്ച് പിന്നെ ആ ബ്ലോക്ക് നീക്കിട്ടോ. നല്ല കാഴ്ച അല്ലേ, അടിപൊളി ആകാശ കാഴ്ച എന്നൊക്കെ പറയില്ലേ. നമുക്ക് ശരിക്കും അസ്തമയൊന്നും അവിടുന്ന് കിട്ടൂല. ഇത് അവിടെ അങ്ങനെ നിന്നത് കൊണ്ട് മാത്രം നമുക്ക് കിട്ടിയ ഒരു കാഴ്ചയാണിത്. എന്ത് രസാണെന്നാണ് പറയേണ്ടത്. എനിക്കല്ലെങ്കിലും ഈ ആകാശവും പൂക്കളും മരങ്ങളും യാത്രകളും ഒക്കെ ഇഷ്ടമാണ്. എന്നെ പോലെ ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ട് വീട്ടിലിരിക്കുന്നവർ. അവർക്കും കൂടി വേണ്ടിയിട്ടാണിത്. അവരിത് കണ്ട് ആസ്വദിക്കട്ടെ. അങ്ങനെ നമ്മള് പിന്നെ കോഴിക്കോട് എത്തുമ്പത്തിനേക്ക് 7:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 7:45 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വീട്ടിലെത്തുമ്പോൾ 8:30 ആയിട്ടുണ്ടായിരുന്നു. ബസ്സിൽ വരുമ്പോ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പഠിച്ചവന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ എത്തി. താങ്ക് യു.